തല്ലിപ്പൊളി പരിപാടി തുടങ്ങിയത് ആർഷോന്റെ കാലഘട്ടത്തിലാണ് ഇത്തരം തുടങ്ങിയത്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കകത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്നെങ്കിൽ ഇത്തരത്തിൽ KSU ഒരാൾ ചെയ്തെങ്കിൽ അവിടുത്തെ SFI കാരൻ വിചാരിക്കണം. നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ. ചില ക്യാമ്പസുകൾക്കകത്ത് SFIയുടെ നേതാക്കന്മാരടക്കം കയറി വിശ്രമിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. ഒരു 2 കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ സതീശ ശിഷ്യന്മാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് മീഡിയ വേണ്ടി ചർച്ച നടത്താൻ വേണ്ടി കാണിച്ച മഹാമനസ് അത് ഗംഭീരായിട്ടുണ്ട്. ഒന്ന് പോടോ. SFIയെ പുലഭ്യം പറയുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരുത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പണ്ട് SFIയുടെ നേതാവായിരുന്നു. അക്കാലത്ത് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കാലത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ആ നിലക്കാണ് ഈ പറഞ്ഞ പോലെ എല്ലാ ഘട്ടത്തിലും എന്ന് കരുതേണ്ടതില്ല. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? പോളിയെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തരാന്ന് അങ്ങൊരു കാര്യം ട്യൂഷൻ ക്ലാസ് തുടങ്ങി, അങ്ങനെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് തുടങ്ങി പോളിയെ കുറിച്ച് ആർഷോയ്ക്കും SFIക്കും പഠിപ്പിച്ചു തരാൻ ട്യൂഷൻ ക്ലാസ് തുടങ്ങിയാൽ ഞങ്ങൾ ഇരിക്കാം. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങാടി നാരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഏജൻസി ചർച്ച നടത്തുന്നതിന് അല്ല, അദ്ദേഹം ആരോ ഒന്നും അല്ല. അവനൊന്നും അറിയില്ല താമോ, ആരോ ഒന്നുമല്ല. കൃത്യമായിട്ട് പറയാം ആരാണെന്ന്. അങ്ങനെ ആരോ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാം കൃത്യമായിട്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയം നോക്കണ്ട. അജിൻസ് ക്ഷണിച്ചിട്ട് ഔദ്യോഗികമായി മീഡിയ ആർഷോന്റെ ഔദാര്യത്തിൽ വന്നതല്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. SFIക്ക് മഹേഷ് പറയട്ടെ ആരാണെന്ന് ആർഷോ ഒന്ന് കേൾക്കൂ. ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൊടുക്കും. പോയി പറയാം ആർഷോ, എന്നോട് പറയണ്ട. ഞാൻ വളരെ കൃത്യമായി പറയാം. ഞാൻ പോളിടെക്നിക്കില് പഠിച്ചിരുന്നപ്പോ SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. നിങ്ങൾ ആരാന്നോ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ കഞ്ചാവ് വിൽപ്പനയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ കഞ്ചാവ് വിൽച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അവിടെ അവന് കിട്ടിയതൊന്നും പോരാ ചെയ്തിട്ടില്ലെന്നേ. ആർഷോന്റെ കാലഘട്ടത്തിലാണ് കഞ്ചാവിലേക്ക് മാറിയത്. അങ്ങനെ പറയുകയാണെങ്കിൽ തല്ലിപ്പൊളി പരിപാടി തുടങ്ങിയത് ആർഷോന്റെ കാലഘട്ടത്തിലാണ് ഇത്തരം തുടങ്ങിയത്. സ്വാഭാവികം. ഇതേപോലെയുള്ള ആർഷോമാരുള്ളതുകൊണ്ടാ ഞങ്ങളെ പോലുള്ളവരൊക്കെ നിർത്തിപ്പോയത്. ആർഷോ വേറെ പണി നോക്ക്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? സബ്കമ്മിറ്റിയുണ്ടെന്നേ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. കുറെ നേരമല്ലോ തർക്കം തുടങ്ങിയിട്ട്. അങ്ങനെ അൺപാർലമെന്ററി ആയിട്ട് സംസാരിക്കില്ല മഹേഷ്. നിങ്ങൾ പരസ്പരം സംസാരിക്കില്ല. നിങ്ങളുടെ പോയിന്റിലേക്ക് മഹേഷിന്റെ ചോദ്യം ഇതാണ്. മഹേഷ് സമ്മതിക്കാൻ പറ്റില്ല. ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? അല്ല, നിങ്ങൾ അങ്ങനെ പരസ്പരം അങ്ങനെ പോക്കുവിളിച്ച് സമ്മതിക്കാൻ പറ്റില്ല. മഹേഷ് ആരാണെന്നാണ് ആർഷോ ചോദിച്ചത്. മഹേഷ് ആരാണെന്നാണെങ്കിൽ മഹേഷ് പറയാൻ ആരാണ്. ബോംബുണ്ട് എടുക്കട്ടെ. ഒന്നോണ്ട് നിൽക്കും തോന്നില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഞാൻ ആരാന്ന് അന്വേഷിക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. ആർഷോയുടെ അറിവിലേക്ക് പറയുകയാണ്. മഹേഷിനെ ഞാൻ ക്ഷണിച്ചത് പോളിടെക്നിക്കിലെ അലൂമിനി എന്ന നിലയിലാണ്. അദ്ദേഹം ആ പോളിടെക്നിക്കിൽ പഠിച്ചതാണ്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ്, അദ്ദേഹത്തിന് ചർച്ചയിൽ പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ യോഗ്യത, അദ്ദേഹം കൊച്ചി കോർപ്പറേഷന്റെ കൗൺസിലർ കൂടിയാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അതിലില്ലാതെ 2 കോൺഗ്രസ്സുകാരെ കണ്ടപ്പോ ഞാനത് ചോദിച്ചു, ഇതാരാണ്? അപ്പൊ പറഞ്ഞു അജിംസിന്റെ സുഹൃത്താണ്. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.